അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇന്നലത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്വന്തം കൊല്ലം സിറാജ് ഇന്നും ഹോട്ട് സീറ്റിലുണ്ട്. നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഒരു സുഖമായല്ലേ ഇന്നലത്തെ ആ എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് പറയാത്തതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് മാറി കിട്ടി. എന്താണ് ഉള്ളിലുള്ള കലാകാരനെന്ന് സടകുടഞ്ഞെണ്ണി നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നേ, അതാണ്. അതുകൊണ്ട് എല്ലാം ഭംഗിയായെന്നൊരു സംശയമുണ്ട് എനിക്ക്. നന്നായി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ടർ സവാരി ഗിരിഗിരിയാണ്. ഇതിൽ 4 ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ കുറച്ച് കട്ടിയായിരിക്കും. അയ്യോ. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. വാരരോട് നീലകണ്ഠൻ യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇതിലേതാണ്? എ ഹരിദ്വാർ ഋഷികേശ്, ബി ഡൽഹി ബോംബെ, സി രാമേശ്വരം കാശി. ഇതിൽ ഡൽഹിയും ബോംബെ ഒഴിച്ച് ബാക്കിയെല്ലാം പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇന്നസെന്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഹരിദ്വാർ ഋഷികേശ്, ഡൽഹി ബോംബെ, രാമേശ്വരം കാശി. രാമേശ്വരം കാശി കൂട്ടണേ പൂട്ടാം. കറക്റ്റ് ആയിരിക്കുമല്ലേ? രാമേശ്വരം പൂട്ടണേ പൂട്ടാം, ഹരിദ്വാർ ഋഷികേശ് പൂട്ടണേ പൂട്ടാം, ഡൽഹി ബോംബെ വേണമെങ്കിലും പൂട്ടാം. അത് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. ഡൽഹി ബോംബെ. ഡൽഹി ബോംബെ വേണ്ട, ഞാൻ മാറ്റി. കാരണം സിറാജിന് എൻ്റെ ഒരു കോംപ്ലിമെന്റ്. കാശി അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ. രാമേശ്വരം കാശി അത് ഫിക്സ് ചെയ്യാം. തീർച്ചയാണല്ലോ. അതെ, രാമേശ്വരം കാശി എടുത്തിട്ട് പൂട്ടിയിരിക്കുക. അവിടെ ഇരിക്കട്ടെ. അപ്പൊ സിറാജെ, ഞാൻ കേട്ടിട്ടുണ്ട് നെടുമുടി വേണുവിൻ്റെ വളരെ ക്ലിയറായിട്ട് എത്രയോ നാളുകൾ കൊണ്ട് പറയും. അതുപോലെ തന്നെ രാഘവൻ, ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം വളരെ കൃത്യമായിട്ട് പറയുന്നൊരു വ്യക്തിയാണ് താങ്കളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയും. വേണുചേട്ടൻ്റെ പറയാത്ത സ്റ്റേജിൽ എല്ലാ സ്റ്റേജിലും പറയുന്നതാണ്. വേണുചേട്ടൻ്റെ ഫിഗർ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരും വേണുചേട്ടൻ്റെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഒരു വടക്കൻ വീരഗാഥയിൽ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട്. മമ്മൂക്കയുടെ ഞാൻ പറയുന്നില്ല, ഡയലോഗ് മാത്രം പറയും. അത് ഡയലോഗ് ആദ്യത്തെ പോർഷൻ, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് ഒരു നമ്മൾ സിസ്റ്റത്തിലൊക്കെ മമ്മൂക്ക പറയാൻ ഏക്കത്തോളൂ. അപ്പോൾ ആ ഡയലോഗ് വേണുചേട്ടൻ്റെ ശൈലിയിൽ പറയുമ്പോൾ, എന്താ ഇത്, അല്ല അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, ഇരുമ്പാണി തട്ടുക എന്നിട്ട് മുളയാണിയാക്കുക, പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പണം കൊടുക്കുക, 16 പണം പോയിട്ട് 10 പൈസ കയ്യിലെടുക്കാനില്ല, ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അത് കുറച്ചുണ്ട്, ഞാനത് ചുരുക്കിയതാണ്. രാഘവൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നസീർ സാറിന്റെ കാലഘട്ടത്തിൽ വന്ന ന്യൂ ജനറേഷൻ നടനാണ്. ഓരോ സമയത്ത് അപ്പൊ രാഘവൻ ചേട്ടന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡയലോഗ് നല്ല അക്ഷര സ്ഫുടതയോടെ പറയുന്ന ഒരു ഇതാണ്. അപ്പൊ ഈ ഡയലോഗ് രാഘവൻ ചേട്ടന്റെ ശബ്ദത്തിൽ പറയുമ്പോൾ, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവനാ ചന്തു, മാറ്റ ചുരുക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവനാ ചന്തു, പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് ആ പാടൻ നിങ്ങളുടെ നാട്ടിൽ, അംഗമുറ കൊണ്ടും ആയുധ ബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല, മടങ്ങി പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. അപ്പോ സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യത്തിന് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത് സി രാമേശ്വരം കാശിയാണ്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ രാമേശ്വരം കാശി പറയുന്നു, ഇവിടല്ല വാരരോട് നീലകണ്ഠൻ യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ, മറിച്ച് എ ഹരിദ്വാർ ഋഷികേശാണ് ശരി ഉത്തരം. സാരമില്ല, ഒരു ഉത്തരം പോകുന്നതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഉത്തരം തെറ്റിയ കുറയത്തില്ലല്ലോ അല്ലേ? കുറയത്തൊന്നുമില്ല.
ആ 2000 രൂപ നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ ഒരിക്കലും കുറയത്തില്ല. ഞങ്ങൾ കുറയ്ക്കത്തില്ല, കൂട്ടിത്തരാനാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും ശരി ഉത്തരം എ, ഹരിദ്വാർ ഋഷികേശ്. ഓക്കെ, സവാരി ഗിരിഗിരിയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ഈ സിനിമയിൽ നീലകണ്ഠന്റെ മുഖത്ത് നോക്കി ഫ്യൂഡൽ തെമ്മാടി എന്ന് വിളിക്കുന്ന കഥാപാത്രം ഏതാണ്? എ, അപ്പുമാഷ്, ബി, മുണ്ടക്കൽ ശേഖരൻ, സി, പണിക്കർ സാർ. അപ്പു മാഷ് അങ്ങനെ വിളിച്ചിട്ടില്ല, വിളിക്കാൻ സാധ്യതയില്ല. മുണ്ടക്കൽ ശേഖരനും അങ്ങനെ മുഖത്ത് നോക്കി വിളിക്കത്തില്ല. അവരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വിളിയാണ് ഫ്യൂഡൽ തെമ്മാടി. അത് വിളിച്ചത് പണിക്കർ സാർ. സി, പണിക്കർ സാർ. പണിക്കർ സാറാണ്. ഉറപ്പാണ്? ഉറപ്പാ. സി, പണിക്കർ സാറിനെ ഞാൻ എടുത്തിട്ട് ഒരു വട്ടിക്കകത്തെടുത്തിട്ട് പൂട്ടി മുറുക്കി വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇത് ഒരുപാട് സ്റ്റേജസിൽ പോയിട്ടുണ്ടല്ലോ ഇപ്പം, അല്ലേ? കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള എല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഏതാണ്? അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗംഭീര ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നൊന്നും അത്രയും ജനങ്ങളൊന്നും ഒരു അമ്പലത്തിലും പ്രോഗ്രാം കാണാൻ വരത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ സിനിമാ താരങ്ങളെയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞ് ശേഷം വീണ്ടും എനിക്കൊരു തുണ്ട് വന്നു, സുകുമാരനെ ഒന്നുകൂടി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. സാധാരണ ഏതെങ്കിലും മിമിക്രി നമ്മൾ ഒന്നുകൂടി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നൊരു സംഭവമുണ്ട്. ഒന്നുകൂടെ പാടും, വീണ്ടും പാടിക്കും. അവസാനം നീ നന്നായിട്ട് പാടിയിട്ട് പോയാൽ മതി. അങ്ങനെ ഞാനൊരു ഗായകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതതുപോലൊന്നുമല്ല. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സുകുമാരൻ സാറിനെ ഒന്നുകൂടെ അവതരിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സുകുമാരൻ്റെ ശബ്ദം ഇപ്പം കേട്ടേ പറ്റൂ. അതായത് പരലോകം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വൺമാൻ ഷോ ചെയ്യുമ്പോൾ 2-3 സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ മരിച്ചുപോയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സുകുമാരൻ സാറ് പരലോകത്തൊരു തട്ടുകട ആരംഭിച്ചു. തട്ടുകടയുടെ പേര് വാചാലം. വേറെ കുറെ സംഭവം ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് മൊയ്തീലിന്റെ ഡയലോഗ് പറയുന്നുണ്ട്. അതിൽ കുറെ കാലമായി ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പറയാം. സുകുമാരൻ സാറിന്റെ അയ്യോ പാവം, അല്ല ഇതാരൊക്കെയാണ് വന്നിരിക്കും? നസീർ സാറും ശങ്കരാടി ചേട്ടനും MG വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ? അല്ല ഇതാര് വിജയശ്രീയോ? അമ്പടി കള്ളി, ആ നീ അങ്ങ് കയറി കനത്ത് പോയല്ലോടെ കൊച്ചേ. ആ വന്നാട്ടെ ഇരുന്നാട്ടെ. വിജയശ്രീക്ക് കഴിക്കാൻ പുട്ടും പയറും പപ്പടും, പിന്നെ 2 പഴവും. വേണ്ടെങ്കിൽ വേണ്ട, ചെല്ല പോ. അവിടെ ഇങ്ങനെ പല താരങ്ങളും വരുന്നതായിട്ടാണ് സ്റ്റേജിൽ ചെയ്തത്. അവിടെ ഏത് താരം വരുന്നതായിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ഏത് താരം ചെയ്യാൻ പറ്റും? KP ഉമർ വരും, MS വരും. സുകുമാര, നിന്റെ തട്ടുകട വളരെ ഗംഭീരമായിരിക്കും, പക്ഷേ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ ചായ അടിക്കാൻ നിൽക്കുന്ന കുട്ടപ്പനെയും സപ്ലയർ വാസുവിനെയും നീ പിരിച്ചുവിടും. പകരം 2 ലേഡീസ് സ്റ്റാഫിനെ ഞാൻ നിനക്ക് തരും. ഒന്നൊരു സൗദാമിനി, മറ്റൊന്നൊരു ശാരദ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കൂടെ വന്നു. സൗദാമിനി, നിന്റെ ചായക്ക് കടുപ്പം പോരാ. ശാരദേ, ഞാനൊരു വികാര ജീവിയാണ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഇത് നീ അംഗീകരിച്ചില്ലെങ്കിൽ നിന്റെ തട്ടുകടയിൽ ഞാൻ പൂഴിമഴ നിറയ്ക്കും. അടുത്താരാ വരുന്നത്? പ്രസാദ് സാറ് വരുന്നുണ്ട്. പ്രസാദ് സാറ് സുകുമാരൻ അല്ലേ? ഞാൻ നരേന്ദ്ര പ്രസാദ്. സുകുമാരന്റെ തട്ടുകട എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പവും പുട്ടും ദോശയും ഇഡ്ഡലിയും സാമ്പാറും. പക്ഷേ ഇതിവിടെ നടക്കില്ല. പൊളിച്ചുകൊണ്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പോകെ ആ തട്ടുകടയിൽ ഓരോരുത്തരായിട്ട് കയറി ചെല്ലുന്ന അതായത് മതി. ഓക്കെ, റൈറ്റ്. അപ്പം സി, പണിക്കർ സാറാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. പണിക്കർ സാർ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, സൂപ്പർ. താങ്ക് യു.